واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമയും നമസ്കാരവും മുഖേന നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക എന്ന് പറഞ്ഞതിലെ ക്ഷമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്, ക്ഷമയും നമസ്കാരവും ഉപയോഗപ്പെടുത്തി ഈ ദുനിയാവിലും നാളെ പരലോകത്തും നന്മകൾ വാരിക്കൂട്ടുവാൻ അള്ളാഹു തന്റെ ദാസന്മാരോട് ഉപദേശിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് അത് ജൂതന്മാരോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ, അവർ നേരിട്ട ബുദ്ധിമുട്ടുകളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഒരു രക്ഷയായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നമസ്കാരം ശീലിക്കുവാനും അതുവഴി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ക്ഷമയും നമസ്കാരവും വഴി അള്ളാഹുവിന്റെ സഹായം തേടുവാൻ അവരോട് ആവശ്യപ്പെട്ടത്. അള്ളാഹുവിന്റെ ഈ മഹത്തായ ഉപദേശം അത് ബനു ഇസ്രായേലിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്കിലും ഇത് സത്യവിശ്വാസികളായ മുസ്ലിമുകൾക്കും ബാധകമായ നിർദ്ദേശമാണ്. കാരണം തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സൂറത്തുൽ ബഖറയിൽ തന്നെ, അതായത് ഈ അധ്യായത്തിലെ 153-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമയും നമസ്കാരവും വഴി അള്ളാഹുവിന്റെ സഹായം തേടിക്കൊള്ളുവീൻ, നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമസ്കാരം എന്ന് പറയുന്നത് ശാരീരികമായി നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അള്ളാഹുവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് വാസ്തവത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് വളരെ ഭക്തി നിർഭരമായ അവസ്ഥയിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അത് ഈ നമസ്കാരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം അത് വളരെ ക്ഷമയോടുകൂടി നിർവഹിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ്. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന്റെ ഒരു ഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം അത് നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധമായതിൽ നിന്നും തടയുന്നതാണ് എന്ന്. നമ്മളെല്ലാം നമസ്കരിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളെ. എന്നാൽ അള്ളാഹു ഇവിടെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചീത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നമസ്കാരം കാരണം നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നീങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തോ തകരാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമസ്കാരത്തിലെ നമ്മുടെ ക്ഷമ, അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട് നമ്മൾ കരാറ് ചെയ്യുന്നതുമൊക്കെയായ കാര്യങ്ങൾ അത് ക്ഷമയോടെ വിനയാന്വിതനായി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ നമസ്കാരത്തിന് ഒരു ഫലമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമയും നമസ്കാരവും മുഖേന നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക എന്ന്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? വഇന്നഹാ ലകബീറത്തും ഇല്ലാ അലൽ ഖാശിഈൻ. നിശ്ചയമായും ഇത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ എന്നാണ്. ഇവിടെ വഇന്നഹാ ലകബീറത്തും, നിശ്ചയമായും അത് ഒരു വലിയ അഥവാ ഭാരിച്ച കാര്യം തന്നെയാണ് എന്ന് അല്ലാഹു പറഞ്ഞതിൽ വഇന്നഹ എന്നതിലെ അത് എന്ന അർത്ഥം വരുന്ന ഹാ എന്ന പ്രോനോൺ സർവനാമം, ഈ സർവനാമം കൊണ്ട് ഉദ്ദേശം അത് നമസ്കാരം എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഈ നമസ്കാരം അത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാം. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത്
ഈ സർവനാമം കൊണ്ട് ഉദ്ദേശം അത് നമസ്കാരവും ക്ഷമയും ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ക്ഷമയും നമസ്കാരവും മുഖേനയുള്ള സഹായം തേടലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ ഖസസിലെ 80-ാമത്തെ ആയത്ത് ഈ അഭിപ്രായത്തിന് തെളിവ് നൽകിക്കൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. വഖാലല്ലദീന ഊതുൽ ഇൽം, ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞു, അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ ഉത്തമം. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, ക്ഷമാശീലമുള്ളവർക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല എന്ന് സൂറത്തു ഖസസിലെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ ഭാഗ്യം കരസ്ഥമാക്കാൻ അവർക്ക് വേണ്ട ഒരു ഗുണമാണ് സഹോദരങ്ങളെ ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, ക്ഷമാശീലമുള്ളവർക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല എന്ന്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യ, നല്ലതും ചീത്തതും സമമാവുകയില്ല. ഇദ്ഫഉ ബില്ലത്തി ഹി ഹസൻ, ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക എന്ന്. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കന്നഹു വലിയ്യുൻ ഹമീം, അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധു എന്നോണം ആയിത്തീരുന്നു എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വമാ യുലഖാഹാ ഇല്ല സ്വബറു, ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അലീം, വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ഫുസ്സിലത്തിലെ 34-35 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ രൂപത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കണമെങ്കിൽ അത് ഒരു കൂട്ടർക്കാണ് സഹോദരങ്ങളെ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവീനെന്ന്. നിശ്ചയമായും ഇത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തന്മാർക്കൊഴികെ എന്ന് അല്ലാഹു പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമാണ് ഈ രൂപത്തിൽ ക്ഷമയും നമസ്കാരവും വഴി അല്ലാഹുവോട് സഹായം തേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 45-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.